ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വേറൊരു മെത്തേഡ് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരാളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആൻസറും നെഗറ്റീവ് ആൻസറും ഉണ്ടാക്കാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ നമ്മൾ മലയാളത്തിലെ ഒരു കാര്യം ഒരാളോട് ചോദിക്കുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൻ്റെ ആൻസറും അതിൻ്റെ നെഗറ്റീവ് ആൻസറും ആ സമയത്ത് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഒരാൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, നീ ഭക്ഷണം ഉണ്ടാക്കുകയാണോ, അല്ലെ, നീ കുക്ക് ചെയ്യുകയാണോ എന്നാണ് ചോദിക്കുന്നത്. നീയാണ് സബ്ജക്റ്റ്. ആർ യു കുക്കിംഗ്, അല്ലെ, ആർ യു കുക്കിംഗ്. അപ്പൊ അതിനൊരു ആൻസർ പറയാണ്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. സിമ്പിളായി നമുക്ക് പറയാം, ഐ ആം കുക്കിംഗ്, അല്ലെ, ഐ ആം കുക്കിംഗ്. ഇനി ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയല്ല എന്ന് പറയുകയാണെങ്കിൽ, ഐ ആം നോട്ട് കുക്കിംഗ്. എന്താ പറയാ, ഐ എം നോട്ട് കുക്കിംഗ്. ഇതുപോലെ തന്നെയാണ് ഏതിനും നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സബ്ജക്റ്റിനോട് സ്യൂട്ട് ആയിട്ടുള്ള ഓക്സിലറി നമ്മൾ പഠിച്ചു വെക്കണം. ഇനി നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഓക്സിലറിയുടെ നോട്ട് ആഡ് ചെയ്യുക. അതുപോലെ ക്വസ്റ്റ്യൻ ക്രിയേറ്റിംഗും വളരെ സിമ്പിൾ ആണ്. നമ്മളെ സബ്ജക്റ്റും ഓക്സിലറിയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇടുക. ഈ ഒരു മെത്തേഡാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ്, അവൾ ഓഫീസിലേക്ക് പോവുകയാണോ. ഇവിടെ സബ്ജക്റ്റ് മാറിയിട്ടുണ്ട് കേട്ടോ. അവൾ ഓഫീസിലേക്ക് പോവുകയാണോ. Is she going to the office? Is she going to the office? ഇനി അവൾ ഓഫീസിലേക്ക് പോകുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഈസ് ഷീ എന്നുള്ളത് ഷീ ഈസ് ഗോയിങ് ടു ദ ഓഫീസ്. ഷീ ഈസ് ഗോയിങ് ടു ദ ഓഫീസ്. ഇനി അവൾ ഓഫീസിലേക്ക് പോവുകയല്ല എന്ന് പറയുകയാണെങ്കിൽ ഷീ ഈസ് നോട്ട്. അതിന് ഷോർട്ട് ആക്കിയിട്ട് ഷീ ഈസിൻറ്റ് ഗോയിങ് ടു ദ ഓഫീസ്. സിമ്പിൾ ആണല്ലോ. നിങ്ങൾ ബസ്സിൽ കയറുകയാണോ. വ്യത്യസ്ത സെന്റൻസുകളാണോ. നിങ്ങൾ ബസ്സിൽ കയറുകയാണോ എങ്ങനെ ചോദിക്കുക, നിങ്ങൾ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആറാണ് യൂസ് ചെയ്യേണ്ടത്. ആർ യു ഗെറ്റിംഗ് ഓൺ ദ ബസ്. ആർ യു ഗെറ്റിംഗ് ഓൺ ദ ബസ്. നിങ്ങൾ ബസ്സിൽ കയറുകയാണോ. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറുകയാണ് എന്ന് പറയുകയാണെങ്കിലോ, ഞങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് വി ആണ്. വിയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി ആറാണ്. We are getting on the bus. ബാക്കിയൊക്കെ സെയിം ആണ്. We are getting on the bus. ഞങ്ങൾ ബസ്സിൽ കയറുകയാണ്. ഇനി അത് ഞങ്ങൾ ബസ്സിൽ കയറുകയല്ല എന്ന് പറയുകയാണെങ്കിൽ we are not. അതിന് ഷോർട്ട് ആക്കുമ്പോൾ we and എന്നാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. അപ്പോൾ we aren't getting on the bus. ഓക്കെ, നെക്സ്റ്റ്, നീ ഉറങ്ങുകയാണോ. നീ ഉറങ്ങുകയാണോ. ആർ യു സ്ലീപ്പിംഗ്. എപ്പോഴും ഈസാറാം വരുന്ന സമയത്ത് വെർബ് ING ഫോമിലായിരിക്കണം. ഈ ഒരു റൂളും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആർ യു സ്ലീപ്പിംഗ്. നീ ഉറങ്ങുകയാണോ. ഞാൻ ഉറങ്ങുകയാണ്. ഐ എം സ്ലീപ്പിംഗ് ഓർ ഐ എം നോട്ട് സ്ലീപ്പിംഗ് എന്നും പറയാം. ഓക്കെ, നെക്സ്റ്റ്, അവൻ ഫോണിൽ കളിക്കുകയാണോ. അവൻ ഫോണിൽ കളിക്കുകയാണോ. അവനാണ് സബ്ജക്റ്റ്. ഈസ് ഹി പ്ലേയിങ് ഓൺ ദ ഫോൺ. ഈസ് ഹി പ്ലേയിങ് ഓൺ ദ ഫോൺ. അവൻ ഫോണിൽ കളിക്കുകയാണോ. ഇതിന് നമുക്ക് രണ്ട് രീതിയിൽ ആൻസർ പറയാം, അല്ലെ. അവൻ ഫോണിൽ കളിക്കുകയാണ്, സിമ്പിളായി പറയാം ഹി ഈസ് പ്ലേയിങ് ഓൺ ദ ഫോൺ. ബാക്കിയൊക്കെ സെയിം ആണല്ലോ. നമ്മുടെ സബ്ജക്റ്റും ഓക്സിലറി മാത്രമേ മാറുന്നുള്ളൂ. ഹി ഈസ് പ്ലേയിങ് ഓൺ ദ ഫോൺ. ഇനി അത് അവൻ ഫോണിൽ കളിക്കുകയല്ല എന്ന് പറയുകയാണെങ്കിൽ ഹി ഈസ് നോട്ട് പ്ലേയിങ് ഓൺ ദ ഫോൺ. അപ്പൊ അതിനെ ഷോർട്ട് ആക്കുമ്പം ഹി ഈസ് ഇറ്റ് പ്ലേയിങ് ഓൺ ദ ഫോൺ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, അവൾ പാത്രം കഴുകുകയാണോ. അവൾ പാത്രം കഴുകുകയാണോ. അവൾ തുണി അലക്കുകയാണോ. അവൾ റൂം വൃത്തിയാക്കുകയാണോ. എല്ലാം നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പം അവൾ പാത്രം കഴുകുകയാണോ. ഈസ് ഷീ വാഷിംഗ് ദ ഡിഷസ്. ഈസ് ഷീ വാഷിംഗ് ദ ഡിഷസ്. അപ്പൊ അതിന് റിപ്ലൈ ആയിട്ട് അവൾ പാത്രം കഴുകുകയാണ്. സിമ്പിൾ ആണല്ലോ. ഷീ ഈസ് വാഷിംഗ് ദ ഡിഷസ്. അല്ല എന്ന് പറയുകയാണെങ്കിൽ ഷീ ഈസിൻറ്റ് വാഷിംഗ് ദ ഡിഷസ്. ഓക്കെ, നെക്സ്റ്റ്, അപ്പൊ ഇതൊക്കെ നമ്മൾ
പ്രസന്റ് കണ്ടിന്യൂസ് ആണ് കേട്ടോ. അതായത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചോദ്യവും ആൻസറും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ അവർക്ക് പരീക്ഷയാണോ, ഇത് സിമ്പിൾ പ്രസന്റിലാണ് നമ്മൾ ചോദിക്കുന്നത്. അവർക്ക് പരീക്ഷയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷയുണ്ടോ എന്നാണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യന് മാറും. അതായത് ഈസാറാം ഒന്നുമല്ല വേണ്ടത്, പരീക്ഷയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് പരീക്ഷയുണ്ടോ എന്നാണല്ലോ. ഇവിടെ സബ്ജക്റ്റ് എന്താണ്, അവർ എന്നാണ്. അപ്പം ഡു ദേ ഹാവ് ആൻ എക്സാം, ഡു ദേ ഹാവ് ആൻ എക്സാം, അവർക്ക് പരീക്ഷയുണ്ടോ, അവർക്ക് പരീക്ഷയാണ് അല്ലെങ്കിൽ അവർക്ക് പരീക്ഷയുണ്ട്. ഇവിടെ പരീക്ഷ ഉണ്ട്, പരീക്ഷ ആണ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഈസോ ആറോ ഒന്നല്ല യൂസ് ചെയ്യേണ്ടത്, അവിടെ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് സബ്ജക്റ്റിനനുസരിച്ച് ഓക്സിലറി മാറ്റാം. ഡു എന്ന് പറയുന്നത് ഇവിടെ ദേ ആയതുകൊണ്ടാണ്. ഓക്കെ, ഡു ദേ ആൻ എക്സാം, അവർക്ക് പരീക്ഷയുണ്ടോ അല്ലെങ്കിൽ പരീക്ഷയാണോ, അവർക്ക് പരീക്ഷയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ദേ ഹാവ് ആൻ എക്സാം, ദേ ഹാവ് ആൻ എക്സാം. ഇനി അവൾക്ക് എന്നാണെങ്കിൽ ഷി ഹാസ് ആൻ എക്സാം എന്ന് പറയണം, ഷി ഹാസ് ആൻ എക്സാം എന്ന് പറയണം കേട്ടോ. ഓക്കെ, നീ ഭക്ഷണം കഴിച്ചോ, ഇവിടെ നമ്മളെ ക്വസ്റ്റ്യന് മാറി. അതായത് നീ ഭക്ഷണം കഴിച്ചോ എന്നത് കഴിഞ്ഞു പോയൊരു സംഭവമാണ് നമ്മൾ ചോദിക്കുന്നത്. നീ ഭക്ഷണം കഴിച്ചോ, നീ ഭക്ഷണം കഴിക്കുകയാണോ എന്നല്ല, കഴിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ആർ യു ഈറ്റിംഗ് ഫുഡ് എന്ന് ചോദിക്കാം. ആർ യു ഈറ്റിംഗ് അല്ലെങ്കിൽ ആർ യു ഈറ്റിംഗ് ഫുഡ്, അവിടെ കഴിക്കുകയാണോ. ഇവിടെ നീ ഭക്ഷണം കഴിച്ചോ എന്നാണ്. ഡിഡ് യു ഈറ്റ് ഫുഡ്, ഡിഡ് യു ഈറ്റ് ഫുഡ് അല്ലെങ്കിൽ ഹാവ് യു ഈറ്റൺ എന്ന് വേണമെങ്കിലും ഒന്നും കൂടി പൊളൈറ്റായി നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഞാൻ ഭക്ഷണം കഴിച്ചു, ഐ ഈറ്റ്, സിമ്പിൾ ആണ്, ഐ ഈറ്റ് അല്ലേ. ഇനി ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്നാണെങ്കിൽ കഴിച്ചില്ല എന്നാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഓക്സിലറി മാറും. ഇവിടുത്തെ എയ്റ്റ് എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് ഈറ്റ് ആണ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഓക്സിലറി നിർബന്ധമാണ്. ഓക്സിലറിയുടെ കൂടെയാണ് നമ്മൾ നോട്ട് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐ ഡിഡിന്റ് ഈറ്റ്. അപ്പൊ നമ്മുടെ വെർബ് V1 ഫോം, ബേസ് ഫോമിലായിരിക്കണം. ഐ ഡിഡിന്റ് ഈറ്റ്, ഭക്ഷണം കഴിച്ചില്ല. ഓക്കെ, അവൾ നേരത്തെ വന്നു, ഇതും പാസ്റ്റ് ആണ്. അവൾ നേരത്തെ വന്നു, സബ്ജക്റ്റ് അവളാണ്. പാസ്റ്റിൽ സബ്ജക്റ്റ് പ്രശ്നമല്ല. ഷീ കെയിം ഏർലി, ഷീ കെയിം ഏർലി, അവൾ നേരത്തെ വന്നു. ഇനി അത് ക്വസ്റ്റ്യൻ ആക്കി ചോദിക്കുകയാണ്, അവൾ നേരത്തെ വന്നോ എന്ന് ചോദിക്കുകയാണെങ്കിലോ, അവൾ നേരത്തെ വന്നോ. ഇവിടെ എന്താണ് നമ്മുടെ ഓക്സിലറി, ഡിഡ് ആണ് അല്ലെ. ഡിഡ് പ്ലസ് കം ആണ് കെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വെർബിനെ അങ്ങോട്ടും സബ്ജക്റ്റും വെർബും മാറുന്ന സമയത്ത് നമുക്കൊരു ഓക്സിലറി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കെയിം എന്നുള്ള വെർബിൽ നിന്ന് നമ്മുടെ ഓക്സിലറിയെ വേർതിരിച്ചു. ഡിഡ് ഷീ കം ഏർലി, ഡിഡ് ഷീ കം ഏർലി, അവൾ നേരത്തെ വന്നോ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അവൾ പാത്രം കഴുകുകയാണോ, അവൾ പാത്രം കഴുകുകയാണെന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ പാസ്റ്റിലോട്ട് വരികയാണെങ്കിൽ അവൾ പാത്രം കഴുകിയോ എന്ന് ചോദിക്കുകയാണെങ്കിലോ, അവൾ പാത്രം കഴുകിയോ. ഇവിടെ എങ്ങനെ പറയും, ഡിഡ് ഷീ വാഷ് ദ ഡിഷസ്, അവൾ പാത്രം കഴുകിയോ, അവൾ പാത്രം കഴുകി അല്ലെ. നേരത്തെ പ്രസന്റിലാണെങ്കിൽ ഇപ്പൊ പാസ്റ്റിലാണ്. അവൾ പാത്രം കഴുകി, അവിടെ എങ്ങനെ പറയും, ഷീ വാഷ്ഡ് ദ ഡിഷസ്. അപ്പൊ നമ്മൾ ഡിഡ് അവിടെ വാഷിന്റെ കൂടെ ആഡ് ചെയ്തു, ഷീ വാഷ്ഡ് ദ ഡിഷസ്. ഓക്കെ, നീ അലമാരി തുറന്നോ, നീ അലമാരി തുറന്നോ, ക്വസ്റ്റ്യൻ ആണ്, നീ ആണ്. ഡിഡ് യു ഓപ്പൺ ദ കബോർഡ് അല്ലെ, പാസ്റ്റ് ആണ്, തുറന്നോ എന്നാണ്. അപ്പം ഡിഡ് യു ഓപ്പൺ ദ കബോർഡ്, നീ അലമാരി തുറന്നോ. ഞാൻ അലമാരി തുറന്നു, എങ്ങനെ പറയാ, ഐ ഓപ്പൺ ദ കബോർഡ്, ഐ ഓപ്പൺഡ് അല്ലെ. ഓപ്പണിന്റെ കൂടെ ഒരു ഇഡി ഫോം ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഡിഡ് അവിടെ കൂടി ചേർന്നു. ഐ ഓപ്പൺഡ് ദ കബോർഡ്, ഞാൻ അലമാരി തുറന്നു. ഇനി തുറന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡിഡിന്റ് ഓപ്പൺ ദ കബോർഡ്, അവിടെ നമ്മൾ ഓപ്പണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിഡിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്തു. ഐ ഡിഡിന്റ് ഓപ്പൺ ദ കബോർഡ്. ഓക്കെ, നെക്സ്റ്റ് അവൻ ട്യൂഷന് പോയോ ചോദിക്കാറുണ്ടല്ലോ, അവൻ ട്യൂഷന് പോയോ. ഡിഡ് ഹി ഗോ ഫോർ ട്യൂഷൻ, ഡിഡ് ഹി ഗോ ഫോർ ട്യൂഷൻ, അവൻ ട്യൂഷന് പോയോ, അവൻ ട്യൂഷന് പോയി. ഹി വെന്റ് ഫോർ ട്യൂഷൻ, അവൻ ട്യൂഷന് പോയി. അവൻ ട്യൂഷന് പോയില്ല, എങ്ങനെ പറയാ, സിമ്പിൾ ആണല്ലേ. ഹി വെന്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം അവിടെ നമുക്ക് ഡിഡ് കിട്ടും. ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെന്താണ്, ഗോ ആണ് വേണ്ടത് അല്ലേ. വെന്റിന്റെ V1 എന്ന് പറയുന്നത് ഗോ ആണ്. അപ്പോൾ ഹി ഡിഡിന്റ് ഗോ ഫോർ ട്യൂഷൻ, ഹി ഡിഡിന്റ് ഗോ ഫോർ ട്യൂഷൻ, അവൻ ട്യൂഷന്
പോയില്ല. ഓക്കെ, അവൻ ഇപ്പോൾ ട്യൂഷന് പോകും എന്നിങ്ങനെ പറയാം, വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. അവൻ ഇപ്പോൾ ട്യൂഷന് പോകും, ഹി വിൽ ഗോ ഫോർ ട്യൂഷൻ. അപ്പോൾ അവൻ ഇപ്പോൾ ട്യൂഷന് പോകും എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഹി വിൽ ഗോ ഫോർ ട്യൂഷൻ നൗ. അവൻ ഇപ്പോൾ ട്യൂഷന് പോകും. ഓക്കെ, നീ ഇപ്പോൾ വീട്ടിലുണ്ടോ? നമ്മൾ അങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ. നീ ഇപ്പോൾ വീട്ടിലുണ്ടോ, അല്ലെങ്കിൽ നീ ഇപ്പോൾ വീട്ടിലാണോ, എങ്ങനെ ചോദിക്കുക? ആർ യു അറ്റ് ഹോം നൗ? ആർ യു അറ്റ് ഹോം നൗ? നീ ഇപ്പോൾ വീട്ടിലാണോ അല്ലെങ്കിൽ വീട്ടിലുണ്ടോ? നീ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഓക്സിലറി ആർ വന്നു. ഓക്കെ, ഞാനിപ്പോൾ വീട്ടിലുണ്ട്, ഞാനിപ്പോൾ വീട്ടിലുണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ വീട്ടിലാണ്. ആം അറ്റ് ഹോം നൗ. ആം അറ്റ് ഹോം നൗ. നീ അവളാണെങ്കിൽ ഷീ ഈസ് അറ്റ് ഹോം നൗ എന്ന് പറയാം. നീ ഞാനിപ്പോൾ വീട്ടിലില്ല എന്ന് പറയുകയാണെങ്കിലോ, ഞാനിപ്പോൾ വീട്ടിലില്ല. ഐ എം നോട്ട് അറ്റ് ഹോം നൗ. ഐ എം നോട്ട് അറ്റ് ഹോം നൗ. ഓക്കെ, നീ ഓഫീസിൽ എത്താറായോ? അല്ലേ, നീ ഓഫീസിൽ എത്താറായോ, അതായത് എത്തിയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഹാവ് യു റീച്ച്ഡ് ദ ഓഫീസ്. ഇവിടെ എപ്പോഴും ഈ ഹാവാസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും കൂടി പൊളൈറ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. ഹാവ് യു റീച്ച്ഡ് ദ ഓഫീസ്. ഈ ഓഫീസിൽ എത്താറായോ അല്ലെങ്കിൽ എത്തിയോ, എത്തിയിട്ടുണ്ടോ. ഇനി ഇതേ സെന്റൻസ് നമുക്ക് ഡിഡ് യൂസ് ചെയ്തും ചോദിക്കാം. ഡിഡ് യു റീച്ച് ദ ഓഫീസ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഞാൻ ഓഫീസിൽ എത്തി അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഐ റീച്ച്ഡ് ദ ഓഫീസ്. ഐ റീച്ച്ഡ് ദ ഓഫീസ് അല്ലെങ്കിൽ ഐ ഹാവ് റീച്ച്ഡ് ദ ഓഫീസ്. ഞാൻ ഓഫീസിൽ എത്തി അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ ഓഫീസിൽ എത്താറായിട്ടുണ്ടെന്ന് എങ്ങനെ പറയാം? ആ ഒരു നിമിഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഞാൻ ഓഫീസിൽ എത്താറായിട്ടുണ്ട്. ഐ എം അബൌട്ട് ടു റീച്ച് ദ ഓഫീസ്. ഐ എം അബൌട്ട് ടു റീച്ച് ദ ഓഫീസ്. ഞാൻ ഓഫീസിൽ എത്താറായിട്ടുണ്ട്. അവിടെ ഒരിക്കലും നമ്മൾ ഐ ഹാവ് അബൌട്ട് എന്ന് യൂസ് ചെയ്യരുത് കേട്ടോ, അത് തെറ്റാണ്. ഐ എം അബൌട്ട് ടു റീച്ച് ദ ഓഫീസ്. ഞാൻ ഓഫീസിൽ എത്താറായിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇപ്പോൾ ഓഫീസിലെത്തും എന്നിങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഓഫീസിലെത്തും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് ശീലിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായ രീതിയിൽ തന്നെ നമുക്ക് ഏത് സിറ്റുവേഷനിലും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഓക്സിലറി, അതുപോലെ തന്നെ ഓക്സിലറിയും സബ്ജക്റ്റും തിരിച്ചു മറിച്ചിടുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആയി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഓക്സിലറിയുടെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആൻസറോ ക്വസ്റ്റ്യനോ ഒക്കെ ആവും. ഈ നെഗറ്റീവിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണെങ്കിലും ആ ഓക്സിലറി ഉണ്ടല്ലോ, ഇപ്പം ആൻഡ് ഡിഡിൻ എന്നൊക്കെ പറഞ്ഞാൽ അതിനെടുത്തിട്ട് ഫസ്റ്റിലേക്ക് ഇടുക, സബ്ജക്റ്റ് അതുപോലെ ഇങ്ങോട്ട് മാറ്റിയിടുക, അതുപോലെ ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ക്രിയേറ്റിങ്ങും ആൻസറും. അപ്പം നമ്മൾ ആൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പെട്ടെന്ന് ആൻസർ ആക്കാനുള്ളൊരു വേ ആണ് ഇന്ന് നമ്മൾ പഠിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക, ഡൗട്ടുകൾ കമൻ്റായിട്ട് ചോദിക്കുക, എന്താ സെൻറ്റൻസ് കൂടി കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.